കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, വി ടി ബൽറാമിന്റെ അതൃപ്തിയാണ് ഈ പോസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. തൃത്താലയുടെ MLA മാത്രമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. ഉറപ്പായും അത് തന്നെയാണ്, വി ടി ബൽറാമിന്റെ അതൃപ്തി തന്നെയാണ്. പക്ഷേ വി ടി ബൽറാമിന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അത് നേരത്തെ തന്നെ പലപ്പോഴും നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മന്ത്രിസഭയിലെ പ്രാതിനിധ്യം നോക്കുമ്പോൾ അത്യാവശ്യം സാമുദായിക പ്രാതിനിധ്യമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം ബഹുഭൂരിപക്ഷം ആളുകൾ വരിക എന്നത് കോൺഗ്രസ് അല്ല, ഏത് പാർട്ടിയായാലും അത് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളൊക്കെയും നായർ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ്. ഇപ്പോൾ ഈ ഇത്രയും പേരുകൾ എടുത്താൽ ഇവരെക്കാൾ ജൂനിയറായ ഒരാളാണ് വി ടി ബൽറാം 3-ാം തവണയാണ് MLA സ്ഥാനത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഒരാളിന് സ്വാഭാവികമായും കൊടുക്കാൻ പ്രയാസം കാണും. പക്ഷേ ആ മന്ത്രിസ്ഥാനം അർഹിക്കുന്ന ആളും മന്ത്രിസ്ഥാനത്തിന് യോഗ്യനായ ആളും ഒക്കെയാണ് വി ടി ബൽറാം. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുക അത്ര പ്രയാസമായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കമടക്കം നടത്തിയിരുന്നു. പക്ഷേ തിരുവഞ്ചൂരിൻ്റെ കാര്യത്തിൽ അത്രയും മുതിർന്ന നേതാവിനെ, അതും പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ നിന്ന് വരുന്ന ഒരു കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവിനെ ഒഴിവാക്കുക എന്നുള്ളത്, കോട്ടയത്ത് നിന്ന് വരുന്ന ഒരാളിനെ ഒഴിവാക്കുക എന്നുള്ളത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവിടെ പിന്നീട് ഒഴിവാക്കാൻ കഴിയുന്ന ഏക പേര് വി ടി ബൽറാമിൻ്റെ പേരാണ്. അതുകൊണ്ട് തന്നെ വി ടി ബൽറാമിൻ്റെ പേര്. കിരൺ, ഇപ്പോൾ അരുൺ നൽകുന്ന ഒരു വിവരം കെ തുളസി ടേം വ്യവസ്ഥയല്ല എന്ന ഒരു സൂചന വി അരുൺ പങ്കുവെക്കുന്നുണ്ട്. കെ തുളസി ടേം വ്യവസ്ഥയിൽ അല്ല എങ്കിൽ IC ബാലകൃഷ്ണനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. സ്വാഭാവികമായും അങ്ങനെ വരും. ഞാനത് തന്നെയാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അടക്കം പറഞ്ഞത്. ഈ ലിസ്റ്റ് പുറത്തു വരുന്നതിനകത്ത് 1-2 പേരുകളുടെ വിഷയത്തിൽ നമുക്കിപ്പോഴും വ്യക്തത വരാനുണ്ട്. അത് അങ്ങനെ ഒരു വ്യക്തത വന്നിട്ടില്ല. 1-2 പേരുകളുടെ സംശയം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യത്തിൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയാത്തത്. IC ബാലകൃഷ്ണൻ ഇന്ന് പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭരണഘടനയിൽ പറയുന്നതാണ്, തനിക്ക് അവകാശപ്പെട്ടതാണ്, അങ്ങനെ തന്നെ നേതൃത്വം സ്വീകരിക്കുമെന്ന് പറയുന്നു. വലിയ രീതിയിൽ രമേശ് ചെന്നിത്തല അതിനുവേണ്ടി പിടിമുറുക്കുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുശേഷവും IC ബാലകൃഷ്ണൻ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ബൽറാം ഒരു പോസ്റ്റിലൂടെ പ്രതികരിച്ചു, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തന്നെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടാവും. IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ കണ്ട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. IC ബാലകൃഷ്ണനെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ഇത്രകാലം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത്രകാലം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നീതിയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ്. കാരണം കേരളത്തിൽ നിന്ന് പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 4-ാം തവണ MLA ആവുന്ന മറ്റൊരാൾ ഈ നിയമസഭയിൽ തന്നെ ഇല്ല. പട്ടികവർഗ വിഭാഗത്തിന് ആദ്യം പ്രാമുഖ്യം നൽകിയത്, മന്ത്രിസ്ഥാനം നൽകിയത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. അതേ രാഹുൽ ഗാന്ധി പ്രധാന തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയിൽ ഇത്തവണ 4-ാം തവണ MLA ആയി വരുന്ന ഒരാൾ മന്ത്രിസഭ MLA ആയിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇത്രയും നാൾ പറഞ്ഞ ആദർശങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആശയങ്ങൾക്കൊക്കെ വിരുദ്ധമായ ഒരു നിലപാട് തന്നെയാണ്. IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് തൃത്താലയിൽ നിന്നുള്ള ബൽറാമിനെ പോലെ അല്ല. IC ബാലകൃഷ്ണൻ അക്കാര്യത്തിൽ ചിലപ്പോൾ പരസ്യമായി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് IC ബാലകൃഷ്ണന്റെ മണ്ഡലം. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിഷയത്തിലുള്ള എന്താണോ നിലപാട് അതുകൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതൊക്കെ IC ബാലകൃഷ്ണൻ അനുകൂലമാകുമെന്ന് കരുതിയിരുന്ന ഘടകങ്ങളാണ്. പക്ഷേ അത് ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ നമുക്കൊപ്പം വി അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ഈ ടേം വ്യവസ്ഥയിലല്ല തുളസി മന്ത്രി ഈ ലിസ്റ്റിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ IC ബാലകൃഷ്ണനെ ഒഴിവാക്കിയില്ലേ എന്ന് വേണം കരുതാൻ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയ വിവരം അനുസരിച്ചിട്ട് കെ തുളസി മന്ത്രിസഭയിൽ വരും. അവിടെ ടേം വ്യവസ്ഥയും ഒന്നുമില്ല. വി ഡി സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇവരാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി, കെ മുരളീധരൻ, സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്, AP അനിൽകുമാർ മുതിർന്ന MLA ആണ്, മുൻ മന്ത്രിയാണ്, PC വിഷ്ണുനാഥ് മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ബിന്ദു കൃഷ്ണ ആദ്യ അവസരമാണ് അവർക്ക് നിയമസഭയിൽ. പക്ഷേ മന്ത്രിസഭയിലും ആദ്യ ടൈമിൽ തന്നെ എത്താൻ ബിന്ദുവിന് കഴിയുന്നു. M ലിജുവും കായംകുളത്ത് നിന്ന് ആദ്യമായി നിയമസഭയിലെത്തുന്നു. ലിജുവും മന്ത്രിസഭയിലേക്ക് വരികയാണ്. റോജി M ജോൺ അങ്കമാലി MLA ആണ്. റോജി തുടർച്ചയായി 3 തവണ അവിടെ നിന്ന് വിജയിച്ച നേതാവാണ്. റോജി M ജോൺ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. T സിദ്ദിഖ് കൽപ്പറ്റയിൽ
നിന്ന് കൽപ്പറ്റ MLA, അതുപോലെ തന്നെ നേരത്തെ വയനാട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മണ്ഡലം ഒഴിഞ്ഞുകൊടുത്ത നേതാവാണ്. KPCയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റാണ് ടി സിദ്ദിഖ്. KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് ടി സിദ്ദിഖ്. OJ ജനീഷ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷ് ഇടത് കോട്ട എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്തുകൊണ്ടാണ് നിയമസഭയിലേക്ക് ജയിച്ചു വന്നത്. ജനീഷിനെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് VD സതീശൻ. ലീഗ് മന്ത്രിമാർ ഇപ്രകാരമാണ്. ഏറ്റവും പരിചയസമ്പന്നനായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പിലേക്ക് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തും. PK ബഷീർ പലതവണ MLA ആയ PK ബഷീർ ആദ്യം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന സൂചനകൾ വന്നു. വലിയ പ്രതിഷേധം ലീഗ് അണികൾക്കിടയിലുണ്ടായി. ബഷീറിനെ ഉൾപ്പെടുത്താൻ പിന്നീട് ലീഗ് നേതൃത്വം നിർബന്ധമാകുകയായിരുന്നു. N ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA ആണ്. മികച്ച രീതിയിൽ സഭാ നടപടികളിൽ ഇടപെടുന്ന N ഷംസുദ്ദീൻ മന്ത്രിസഭയിലേക്ക് ഒരു സ്വാഭാവിക ചോയ്സായി എത്തുകയാണ്. KM ഷാജി ജയിച്ചും തോറ്റുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുള്ള KM ഷാജി ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. അബ്ദുൽ ഗഫൂർ VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കളമശ്ശേരിയിൽ നിന്ന് മന്ത്രി, വ്യവസായ മന്ത്രി P രാജീവിനെ അട്ടിമറിച്ചാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് അബ്ദുൽ ഗഫൂർ. ലീഗിന് ഗഫൂറിനെ നേരെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു മുസ്ലിം ലീഗ്. CP ജോൺ ആദ്യമായി നിയമസഭയിലെത്തുന്നു. MV രാഘവന് ശേഷം ഒരു CMBയുടെ MLA. മന്ത്രിസഭയിലും ആ പ്രാതിനിധ്യം CP ജോണിന് നൽകുന്നു. UDFന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. UDFന്റെ നയരൂപീകരണത്തിൽ എല്ലാം വളരെ പ്രധാന റോൾ വഹിക്കുന്ന CP ജോണിനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് വളരെ നേരത്തെ VD സതീശൻ ഉറപ്പുകൊടുത്തതാണ്. ഒരു സുരക്ഷിത സീറ്റ് അദ്ദേഹം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. തിരുവനന്തപുരം സെൻട്രൽ കോൺഗ്രസിന്റെ മണ്ഡലം, ആ തിരുവനന്തപുരം സീറ്റ് എടുത്ത് CP ജോണിന് കൊടുക്കുന്നു. അദ്ദേഹം മികച്ച ഭൂരിപക്ഷം ജയിച്ചു വരുന്നു. മന്ത്രിസഭയിലേക്കും CP ജോൺ എത്തുകയാണ്. ഷിബു ബേബി ജോൺ RSPയുടെ തിരിച്ചുവരവ്. CMA എന്ന പോലെ തന്നെ RSPയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വരികയാണ്. RSPയുടെ ഷിബു ബേബി ജോൺ ചവറ MLA വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അനൂപ് ജേക്കബ് ടേം വ്യവസ്ഥയിലാണെങ്കിൽ പോലും വീണ്ടും മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. വാർത്താ സമ്മേളനത്തിനായി എത്തുന്നു. PMA സലാമും സാദിഖ് അലി തങ്ങളും വാർത്താ സമ്മേളനത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലീഗ് ആദ്യം തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആദ്യം തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വാർത്താ സമ്മേളനത്തിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.